9-ാം അധ്യായം 2-ാം വാക്യം. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. തുടർന്ന് 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. സന്തോഷവും സമാധാനവും ആഹ്ലാദവും വിശ്വാസവും ഇഴചേർന്ന് മനുഷ്യ ഹൃദയങ്ങൾ ക്രിസ്തുമസിനായി ഒരുങ്ങുന്ന നാളുകളാണല്ലോ ഇത്. യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് അല്പമൊന്ന് കണ്ണോടിക്കാം. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആർക്കായിരുന്നു അന്ന് സന്തോഷം? ആർക്കായിരുന്നു അന്ന് സമാധാനം? വിശുദ്ധ യോസേപ്പ് പിതാവിനും പരിശുദ്ധ കന്യകമറിയത്തിനും ഹെറോദസ് രാജാവിനും പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന ആട്ടിടയന്മാർക്കും ജെറുസലേം നിവാസികൾക്കും ഇസ്രായേൽ ജനതകൾക്കും യഥാർത്ഥത്തിൽ സന്തോഷമായിരുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് സമാധാനം അവർ അനുഭവിച്ചിരുന്നു. അവരുടെ സമാധാനക്കേട് എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. തന്റെ ഭാര്യയ്ക്ക് സുരക്ഷിതമായി പ്രസവിക്കാൻ ഒരിടം കണ്ടെത്താൻ കഴിയാതെ വലയുന്ന യോസേപ്പ് പിതാവ്, യാത്രാ ക്ഷീണത്താലും സത്രത്തിന്റെ വാതിലുകൾ തന്റെ നേരെ പൊട്ടിയടക്കിയപ്പോൾ ഉണ്ടായ പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയവേദന, എവിടെയാണ് അവർക്ക് സമാധാനം ലഭിച്ചത്? മനുഷ്യ ഹൃദയങ്ങൾ മൃഗമായി മാറിയ രാത്രി, എന്നാൽ മൃഗം മനുഷ്യനായ രാത്രി. മൃഗം ഉപവസിച്ച് മാറ്റിവെച്ച വൈക്കോലുകൾ തന്റെ പുത്രന് കിടക്കുവാൻ മനോഹരമായ ഒരു കിടക്ക തീർത്ത രാത്രി. യഥാർത്ഥത്തിൽ ആ കിടക്ക തീർത്തപ്പോൾ, ആട്ടിടയന്മാർ ഒരുമിച്ച് കൂടിയപ്പോൾ യോസേപ്പ് പിതാവിനും പരിശുദ്ധ മറിയത്തിനും സമാധാനം ലഭിച്ചു. ഒരുപക്ഷെ സത്രത്തിന്റെ വാതിലുകൾ അവരുടെ നേരെ പൊട്ടിയടയ്ക്കപ്പെട്ടത് ജനിക്കാൻ പോകുന്ന ഈ ശിശു ആരാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്താണ്, ജനിക്കാൻ പോകുന്ന ശിശു ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പുത്രൻ തമ്പുരാൻ. ഈ സമ്മാനത്തെ സ്വീകരിക്കുവാൻ മനോഹരമായ ഒരു ബെത്ലഹേം, ഹൃദയമാകുന്ന ബെത്ലഹേം നമുക്ക് തന്നുകൊണ്ടാണ് പിതാവായ ദൈവം നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് ഈ ബെത്ലഹേമാകുന്ന ഹൃദയത്തെ നാം എപ്രകാരമാണ് ഒരുക്കുന്നത്? നമ്മളുടെ എത്രമാത്രം ആഗ്രഹത്തോടും എത്രമാത്രം തീഷ്ണതയോടും കൂടി നാം ഈ ക്രിസ്മസിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്നുണ്ട്. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ സമാധാനത്തിന് വേണ്ടി ആളുകൾ പരക്കം പായുകയാണ്. എങ്ങനെയാണ് സമാധാനക്കേടുണ്ടാകുന്നത്? നമ്മുടെ സമാധാനക്കേട് എന്തിനെ ഓർത്തായിരിക്കണം? യേശുവിന് പിറക്കുവാൻ എന്റെ ഹൃദയത്തിൽ മാറ്റപ്പെടേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറക്കാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് നാം അസ്വസ്ഥരാവേണ്ടത്. ആ അസ്വസ്ഥതയാകുമ്പോൾ ദൈവം നമ്മളുടെ ഹൃദയം കാണുകയും ആ ഹൃദയത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും കുറവുകളുള്ളവരാണ്. യേശു തമ്പുരാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്: ഞാൻ പിതാവാണ്, ഞാൻ കുശവനാണ്, നിങ്ങൾ വെറും കളിമണ്ണാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കളിമണ്ണായ നമ്മളെ കുശവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവിന് ജനിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പാത്രമാക്കി മാറ്റണമേ, ഒരു ബെത്ലഹേമാക്കി മാറ്റണമേ എന്ന് ഈ അവസരത്തിൽ നമുക്ക് തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാം. അന്ധകാരപൂർണമായ ഈ ലോകത്തിൽ, അല്ലെങ്കിൽ അന്ധത നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി ആ അന്ധതയെ ശമിക്കാതെ പ്രകാശത്തിന്റെ വക്താക്കളായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നാം നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുമ്പോഴാണ് അനുഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 2012 ജൂലൈ 27-ാം തീയതി ലണ്ടൻ നഗരം 30-ാം സമ്മർ ഒളിമ്പിക്സിന് ഒരുങ്ങി. അവരുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഇൻസ്പയർ ജനറേഷൻ, ഒരു ജനതയ്ക്ക് പ്രകാശമാകുക. നമ്മളുടെ ഈ കാലഘട്ടത്തിലുള്ള, അല്ലെങ്കിൽ ക്രിസ്തുമസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ നാളുകൾ നമ്മുടെ വിചാരത്താലും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും നാം ജീവിക്കുന്ന ചുറ്റുപാടിലും നാം ഇടപെടുന്ന സമൂഹത്തിലും നമ്മൾ
മാറുവാൻ ഇടയാക്കണം. നമ്മളുടെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകണം. ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിലും എന്റെ ഹൃദയങ്ങളിലും ജനിക്കുവാൻ അതുവഴി ഇടയാകും. സർവശക്തനായ ദൈവം നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പിറക്കുവാൻ വന്ന് വാതിലിൽ മുട്ടുമ്പോൾ ആ ഹൃദയം തുറന്നു കൊടുക്കുവാൻ നമുക്ക് ഏവർക്കും ഒരുക്കമുള്ളവരായിരിക്കാം. നമ്മളുടെ ഹൃദയത്തിൽ ക്രിസ്തു പിറക്കട്ടെ. അതിനായി സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട്